ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായി ആരുമുണ്ടാകില്ല. ചിലർ ഇപ്പോഴും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ജീവിതകാലം മുഴുവൻ ഒരു ബന്ധം നല്ല രീതിയിൽ നിലനിൽക്കാൻ പ്രണയം മാത്രം മതിയോ? എന്തുകൊണ്ടാണ് ചില പ്രണയങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചിലത് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു പോവുകയും ചെയ്യുന്നത്? അതറിയണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന പ്രണയിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കൂ. ഈ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകാനും അനാവശ്യ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും കഴിയും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. സോ വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. ഒന്നാമത്തെ സത്യം എന്ന് പറയുന്നത്, പ്രണയം ഒരു വികാരം മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. ഒരാളോട് പ്രണയം തുടങ്ങുമ്പോൾ ആദ്യം പുതുമയും ആവേശം നിറഞ്ഞതുമായിരിക്കും. ഓരോ മെസ്സേജസും ഫോൺ കോളുകളും അവരോടൊന്നിച്ചുള്ള സമയങ്ങളും സന്തോഷം മാത്രം നൽകും. എന്നാൽ കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ ആദ്യകാല ആവേശം സ്വാഭാവികമായും കുറയും, ശരിയല്ലേ? അപ്പോഴാണ് പ്രണയത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നത്, ഒരു പ്രണയം തുടങ്ങുമ്പോൾ തന്നെ അയാൾ നമുക്ക് ശരിയായൊരു പാർട്ട്ണറാണോ എന്ന് പരിശോധിക്കണം. ഒന്നോർക്കുക, എടുത്തുചാടിയുള്ള പ്രണയങ്ങളാണ് തുടക്കത്തിലെ പരാജയപ്പെടുന്നത്. രണ്ടാമതായി, വിശ്വാസമാണ് ഒരു നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. സംശയങ്ങൾ, മറച്ചുവെക്കലുകൾ, കള്ളത്തരങ്ങൾ എന്നിവ പയ്യെ ബന്ധത്തെ തകർക്കും. ഒരിക്കൽ പ്രണയത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പാലിക്കുകയും പരസ്പരം വിശ്വസിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. പ്രണയം പരസ്പര വിശ്വാസത്തിൽ അടിയുറച്ചതാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരുമിച്ച് നേരിടാൻ എളുപ്പമാകും. മൂന്നാമതായി, പരസ്പരം തുറന്ന് സംസാരിക്കാത്ത ബന്ധങ്ങൾ പതിയെ അകന്നു പോകും. പല ബന്ധങ്ങളും അവസാനിക്കുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ശരിയായ ആശയവിനിമയം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്കെൻ്റെ മനസ്സറിയാം എന്ന് കരുതി ഒന്നും പറയാതിരിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും. സന്തോഷവും വിഷമവും പ്രതീക്ഷകളും ഭയങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന ബന്ധങ്ങളാണ് ശക്തമായി നിലനിൽക്കുന്നത്. നാലാമതായി, പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിൽ പരസ്പര ബഹുമാനമില്ലെങ്കിലോ ഈഗോ വെച്ചു പുലർത്തുകയോ ചെയ്താൽ അത് യഥാർത്ഥ പ്രണയമല്ല. പല ബന്ധങ്ങളും തകരാൻ ഇത് കാരണമാകാറുണ്ട്. കാരണം സ്നേഹമെന്ന പേരിൽ ഒരാളെ നിയന്ത്രിക്കുകയോ അപമാനിക്കുകയോ അവരുടെ തീരുമാനങ്ങളെ ചെറുതാക്കി കാണുകയോ ചെയ്യുന്നത് പ്രണയമല്ല. യഥാർത്ഥമായ സ്നേഹത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തെയും സ്വപ്നങ്ങളെയും ബഹുമാനിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും പരസ്പരം മാന്യതയോടെ സംസാരിക്കുന്നതാണ് ആരോഗ്യകരമായ നല്ല പ്രണയത്തിൻ്റെ ലക്ഷണം. ബഹുമാനം നഷ്ടപ്പെടുന്നിടത്ത് പ്രണയം പതിയെ ഇല്ലാതാകും. അഞ്ചാമതായി, എല്ലാവരും മറന്നുപോകുന്ന എന്നാൽ പ്രണയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. വില കൂടിയ സമ്മാനങ്ങളോ വലിയ ആഘോഷങ്ങളോ മാത്രമല്ല സ്നേഹത്തിൻ്റെ അളവുകോൽ. ചിലപ്പോൾ ഒരു ആത്മാർത്ഥമായ സുഖമാണോ എന്ന ചോദ്യം, ഒരു ചെറിയ പ്രശംസ, അല്ലെങ്കിൽ വിഷമസമയത്ത് കൂടെയിരുന്ന് ആശ്വസിപ്പിക്കുന്നത്, ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളാണ് ഒരാളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടുന്നത്. ശരിക്കും ബന്ധങ്ങളെ ശക്തമാക്കുന്നതും ഇത്തരം ചെറിയ കരുതലുകളാണ്. ആറാമതായി, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, വഴക്കുകൾ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകും. രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ വഴക്കിനിടെ ജയിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഞാൻ ജയിക്കണം എന്ന ചിന്തയ്ക്ക് പകരം ഈ വഴക്കുകൊണ്ട് ബന്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ഇത് പരിഹരിക്കണം എന്ന ചിന്തയാണ് വേണ്ടത്. ക്ഷമിക്കാൻ പഠിക്കണം, ക്ഷമ ചോദിക്കാനും. ഇത്തരം ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ഏഴാമതായി, നമ്മുടെ ബന്ധത്തിൽ നമ്മൾ പങ്കാളിക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. അത് വില കൂടിയ സമ്മാനങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലരും പ്രണയിക്കുന്നവർക്ക് വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങുന്നു. പക്ഷേ മറന്നുപോകുന്നത് അവരോടൊപ്പം ആയിരിക്കാനാണ്, ശരിയല്ലേ? നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം കുറച്ച് മിനിറ്റ് ആത്മാർത്ഥമായി അവരോട് സംസാരിക്കുക, പരസ്പരം ശ്രദ്ധയോടെ കേൾക്കുക, ഒരുമിച്ച് സമയം ചിലവഴിക്കുക. ഇവയ്ക്ക് പണത്തിന് വാങ്ങാൻ കഴിയാത്ത മൂല്യമുണ്ട്. ഒരാൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയവും ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ കരുതലുമാണ്. ഏഴാമതായി, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമെന്നത്, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഭയപ്പെടുകയോ കരയുകയോ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാകുകയോ ചെയ്യുന്നുവെങ്കിൽ അത് ആരോഗ്യകരമായൊരു ബന്ധമല്ല എന്നതാണ്. നല്ല ഒരു പ്രണയബന്ധത്തിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാകും. അതൊരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല, മറിച്ച് അവയ്ക്ക് കൂടുതൽ കരുത്തു നൽകും.
എട്ടാമതായി, ചിലർ പ്രണയത്തിലായ ശേഷം പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി തൻ്റെ സുഹൃത്തുക്കളെയും സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെപ്പോലും ഉപേക്ഷിക്കുന്നു. അത് ആരോഗ്യകരമായ പ്രണയമല്ല. യഥാർത്ഥ സ്നേഹം നിങ്ങളെ വളരാൻ പ്രോത്സാഹിപ്പിക്കും, നിങ്ങളുടെ കഴിവുകളെ പിന്തുണയ്ക്കും. ഓർക്കുക, പ്രണയത്തിന് വേണ്ടി സ്വയം നഷ്ടപ്പെടരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന ബന്ധം ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം നൽകില്ല. പ്രണയിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്നത് പ്രണയിച്ച് അവരെ സ്വന്തമാക്കുക എന്നതിനപ്പുറം പിന്നീട് അങ്ങോട്ട് അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വില കൊടുക്കുക എന്നതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ച കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാവുകയും അതുവഴി ജീവിതം മനോഹരമാവുകയും ചെയ്യും. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനിയും സൈക്കോളജി, ലവ്, റിലേഷൻഷിപ്പ് എന്നിവയെക്കുറിച്ചുള്ള ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹാവ് എ ഗുഡ് ഡേ.